അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സമൂഹവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം കൊണ്ട് മദ്ഹുകൾ പാടിയും പറഞ്ഞും മനുഷ്യർക്ക് പരസ്പരം ഭക്ഷണങ്ങൾ നൽകിയും വളരെയധികം സന്തോഷത്തോടുകൂടെ ജന്മദിനം കൊണ്ടാടുകയാണ്. എന്നാൽ വളരെ ചെറിയൊരു വിഭാഗക്കാരായ മുജാഹിദുകൾ, സലഫികൾ പോലോത്തവർ ഇന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഈ റബീഉൽ അവ്വലിൽ നമ്മൾ സന്തോഷിക്കുകയല്ല, മറിച്ച് നമ്മൾ ദുഃഖിക്കുകയാണ് വേണ്ടതെന്നാണ് പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രകാരന്മാരിൽ ഇടം നേടിയ ഇബ്നു കസീർ തൻ്റെ അൽ ബിദായത്ത് വൻ നിഹായ എന്ന കിതാബിൽ പറയുന്നത് കാണാം. അന്ന ഇബ്ലീസ റന്ന അർബ റന്നാത്തിൻ ഹീന ലോയിന വഹീന ഉഹ്ബിത വഹീന ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന ഉൻസിലത്തിൽ ഫാത്തിഹ. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്ലീസ് 4 തവണയാണ് തേങ്ങി തേങ്ങി കരഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തത് അവനെ ശപിക്കപ്പെട്ടപ്പോഴാണ്. പിന്നീട് കരഞ്ഞത് അവനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ. എന്നാൽ 3ാമത്തെ തവണ കരഞ്ഞിട്ടുള്ളത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനായപ്പോഴാണ്. എന്നാൽ 4ാമത് കരഞ്ഞത് ഫാത്തിഹ ഇറക്കപ്പെട്ടപ്പോഴാണ്. ആകയാൽ നബിദിനത്തിൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച അന്ന് ഇബ്ലീസ് കരഞ്ഞു വെച്ച് തുടങ്ങിയത് ഇന്നും ഈ മുജാഹിദ് സലഫുകളിലൂടെ ആ കരച്ചിലിനെ പ്രോത്സാഹിപ്പിക്കലിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.